നമസ്കാരം. നിത്യജീവിതത്തിൽ നാം കാണുന്ന വളരെ രസകരമായൊരു ശാസ്ത്രസത്യം വിശകലനം ചെയ്യുന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർപ്പൂരം കത്തുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകും, അല്ലേ? പക്ഷേ അതിനു പിന്നിലെ ആ രസതന്ത്രം അതെന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വെറുമൊരു കാഴ്ച എന്നതിലുപരി അതിശയകരമായ ചില രാസപ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതെന്താണെന്ന് നമുക്കിന്ന് നോക്കാം. ഓക്കെ, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. കർപ്പൂരം കത്തുന്നതിന് പിന്നിലെ ആ രഹസ്യം എന്താണെന്ന് നോക്കാം. ഇവിടെ ഏറ്റവും കൗതുകകരമായ ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് കർപ്പൂരം കത്തുമ്പോൾ ചാരമോ മറ്റവശിഷ്ടങ്ങളോ ബാക്കി വരാത്തത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ വിറകോ പേപ്പറോ കത്തിക്കുമ്പോൾ അവസാനം കുറച്ച് ചാരമോ കരിയോ ഒക്കെ ബാക്കിയാകാറുണ്ടല്ലോ, അല്ലേ? പക്ഷെ കർപ്പൂരം കത്തിത്തീരുമ്പോഴോ അത് വായുവിൽ അങ്ങനെ അപ്രത്യക്ഷമാവുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഒരു മാജിക് പോലെ. ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ നമുക്ക് മുന്നോട്ടു പോകാം. ഈ മാജിക്കിന് പിന്നിലെ പ്രധാന കാരണം കർപ്പൂരത്തിൻ്റെ പ്രത്യേക രാസഘടന തന്നെയാണ്. നോക്കൂ, കർപ്പൂരം എന്ന് പറയുന്നത് വലിയ അളവിൽ കാർബണും ഹൈഡ്രജനും അടങ്ങിയ ഒരു ജൈവ സംയുക്തമാണ്, അതായത് ഒരു ഓർഗാനിക് കോമ്പൗണ്ട്. ഈ ഒരു പ്രത്യേക രാസഘടന ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഓക്സിജനുമായി വളരെ വേഗത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു അപൂർവമായ കഴിവിതിനുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, വായുവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ തന്നെ പെട്ടെന്ന് കത്താനിത് തയ്യാറായി നിൽക്കുകയാണ്. ഇതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്നോ, ഇതിലെ കാർബണിൻ്റെ വലിയ സാന്നിധ്യം. ഈ കാർബൺ ധാരാളം ഉള്ളതുകൊണ്ടാണ് ഒരു ചെറിയ തീപ്പൊരി കിട്ടുമ്പോൾ തന്നെ കർപ്പൂരം ഇത്ര പെട്ടെന്ന് തീപിടിക്കുന്നതും കത്തിപ്പടരുന്നതും. ശരിക്കും വളരെ തീവ്രതയുള്ള ഒരു രാസപ്രവർത്തനമാണിത്. ഇനി ഈ പ്രക്രിയയിലെ നമ്മുടെ യഥാർത്ഥ ഹീറോ ആരാണെന്ന് നോക്കാം. അതാണ് സബ്ലിമേഷൻ അഥവാ ഉപസംസ്കരണം എന്ന് വിളിക്കുന്ന പ്രതിഭാസം. എന്താണ് ഈ സബ്ലിമേഷൻ? വളരെ ലളിതമാണ്. ഒരു വസ്തു ചൂടാക്കുമ്പോൾ അത് ഉരുകി ദ്രാവകമാകാതെ, അതായത് വെള്ളം പോലെ ആകാതെ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയാണിത്. സാധാരണഗതിയിൽ ഒരു ഖരവസ്തു, അതായത് ഒരു സോളിഡ്, ചൂടാക്കുമ്പോൾ അത് ആദ്യം ഉരുകും, പിന്നെയാണല്ലോ വാതകമാവുക. എന്നാൽ നമ്മുടെ കർപ്പൂരം ഈ ദ്രാവകാവസ്ഥയങ്ങ് പൂർണ്ണമായും ഒഴിവാക്കിയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതൊന്ന് ഘട്ടം ഘട്ടമായി നോക്കിയാൽ, ഒന്നാം ഘട്ടത്തിൽ നമ്മൾ കർപ്പൂരത്തിന് ചൂട് നൽകുന്നു, അഥവാ തീ പിടിപ്പിക്കുന്നു. ഇനി രണ്ടാം ഘട്ടത്തിലാണ് യഥാർത്ഥ മാന്ത്രികത. ഈ രാസവസ്തു ദ്രാവകാവസ്ഥയെ പൂർണ്ണമായും മറികടക്കുകയാണ്. എന്നിട്ട് മൂന്നാം ഘട്ടത്തിൽ അത് നേരിട്ട് വാതകമായി മാറുന്നു. സിമ്പിളായി പറഞ്ഞാൽ, കട്ടിയുള്ള കർപ്പൂരം ഉരുകി വെള്ളം പോലെയാകാതെ ഒറ്റയടിക്ക് പുകയായി അന്തരീക്ഷത്തിലേക്ക് ലയിച്ചു ചേരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അവസാന ഫലത്തിലേക്ക് വരികയാണ്: യാതൊരു അവശിഷ്ടങ്ങളും ഇല്ലാത്ത ജ്വലനം. അപ്പോൾ ഒരു പൊടി പോലും അവശിഷ്ടം ബാക്കി വയ്ക്കാതെ കർപ്പൂരം കത്താനുള്ള ആ 3 പ്രധാന കാരണങ്ങൾ ഇതാണ്. ഒന്ന്, നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇതിലെ അധിക കാർബൺ അതിവേഗത്തിലുള്ള ജ്വലനത്തിന് സഹായിക്കുന്നു. 2, സബ്ലിമേഷൻ എന്ന ഈ പ്രത്യേക പ്രക്രിയ വഴി ഇത് ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറുന്നു. 3, ഇങ്ങനെ പൂർണ്ണമായും വാതകമായി മാറുന്നതുകൊണ്ട് തന്നെ കത്തിയ ശേഷം ഇതിൻ്റെ ചാരമോ കരിയോ ഒട്ടും തന്നെ ബാക്കിയാവുന്നില്ല. അക്ഷരാർത്ഥത്തിൽ എല്ലാം വായുവിൽ അലിഞ്ഞു ചേരുകയാണ്. ഈ മാറ്റം എത്രത്തോളം വലുതാണെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. തുടക്കത്തിൽ നമ്മുടെ കയ്യിലുള്ളത് കാർബണും ഹൈഡ്രജനും അടങ്ങിയ കട്ടിയുള്ളൊരു ബ്ലോക്കാണ്. എന്നാൽ ഒടുവിലോ ഒരു പൊടി പോലും അവശേഷിക്കാത്ത പൂർണ്ണ വാതകാവസ്ഥ. ഒരു ഖരവസ്തു യാതൊരു ഭൗതിക അവശിഷ്ടങ്ങളും ബാക്കി വെക്കാതെ ഇങ്ങനെ വായുവിൽ അപ്രത്യക്ഷമാകുന്നത് ശരിക്കും ശാസ്ത്രത്തിൻ്റെ വലിയൊരു വിസ്മയം തന്നെയല്ലേ? അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ കർപ്പൂരം കത്തുന്നത് കാണുമ്പോൾ തീർച്ചയായും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ അദൃശ്യമായ കെമിസ്ട്രി ഒന്ന് ഓർക്കുക. ഇതുപോലെ വെറുമൊരു കാഴ്ചയ്ക്ക് പിന്നിൽ ഇത്രയും മനോഹരമായൊരു ശാസ്ത്രം ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ ഇതുപോലുള്ള മറ്റെന്തെല്ലാം അത്ഭുതങ്ങളാണും ശാസ്ത്രീയമായ വിശദീകരണത്തിനായി കാത്തിരിക്കുന്നത്? എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാനും അറിയാനും ജിജ്ഞാസയുള്ളവരായിരിക്കുക. ഈ ഒരു ചെറിയ ശാസ്ത്ര വിശകലനം നിങ്ങൾക്ക് രസകരമായി തോന്നിയെന്ന് വിശ്വസിക്കുന്നു. നന്ദി.